ആരും പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനൊക്കെ അത് അമ്മസനാണ് മാലാസ് ഫാമിലിയിലെ അപ്പൊ ഞങ്ങൾ എങ്ങടാണ് നമ്മള് പുറപ്പെട്ടു പോണത്? അപ്പൊ ഞങ്ങൾ ശിവഗിരി അല്ലേ? ശിവഗിരി തീർത്ഥാടനം, പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം ഒക്കെ ദർശനത്തിന് പോവാണ് അല്ലേ? അതിന് വിശേഷങ്ങൾ നമുക്ക് കാണാം അല്ലേ? ഞങ്ങൾ 25 പേരുണ്ടായിരുന്നു കേട്ടോ. അതിലധികം പേരും ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരുന്നു. ആദ്യം പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കായിരുന്നു. ഉണ്ണിക്കുട്ടൻ മുണ്ടൊക്കെ എടുത്തിട്ട് വലിയ ആളായി കേട്ടോ വിചാരം. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു അവൻ. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. 5 മണിക്കൂറോളം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചെമ്പഴന്തിയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ 2ാമത്തെ തവണ കേട്ടോ ഞങ്ങൾ പോണത്. ഒരു 6-7 വർഷം മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ണിക്കുട്ടനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗുരുകുലം എത്തി. ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് കേട്ടോ ഉള്ളത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒരു നിശബ്ദത ഫീൽ ചെയ്യും ഇവിടെ. നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നും കേട്ടോ. ഇവിടെ പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് നമുക്ക് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. ഗുരുദേവൻ ജനിച്ച സ്ഥലമൊക്കെ അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരുപാട് ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓലമേഞ്ഞ വീടും ചാണകം മെഴുകിയ നിലവും എത്ര ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചു പോകുന്നത്. ഈ കാഴ്ച നമ്മുടെ മനസ്സിനെ ഒരുപാട് പഴമയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് ശിവഗിരിയിലേക്കാണ്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.